ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ചിക്കനും ബ്രെഡും ഉണ്ട് വീട്ടിൽ എന്നാവാ നമുക്ക് പെട്ടെന്ന് അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നല്ലേ, അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇല്ലേ, നമ്മളധികം ഗസ്റ്റ് വരുമ്പോൾ പഴംപൊരി ഉള്ളിവട അതൊക്കെ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കേട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ചിക്കനും ബ്രെഡും ഒക്കെ മാത്രം മതി കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇതാ ഒന്ന് വാടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ 2 പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളി ഇഞ്ചിയും ക്രഷ് ചെയ്തെടുത്താണ്, ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാകും. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരുപാട് പൊടിയൊന്നും വേണ്ടെങ്കിലും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വേണേൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരു 200 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ മസാല ഏകദേശം റെഡി ആയിട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, മസാല ഒരുപാട് സമയമൊന്നും പിടിക്കൂല. ഇനി ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 6 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് മുട്ടൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ വലിപ്പമുള്ള ഒന്നല്ല, ഒരു ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ പിന്നെ നല്ല ചെറുതല്ല കേട്ടോ, ഒരു മീഡിയം അത്രയും വലിപ്പമുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട്, പച്ചമുളക് എരിവ് വേണേൽ ഇനി ഇട്ട് കൊടുക്കുക കേട്ടോ, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചില്ലി ഫ്ലെക്സ് ആട്ടോ ഇട്ട് കൊടുത്തത്. എന്നിട്ടിത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഏത് പാത്രത്തിലാണോ ഇതാക്കുന്നത് അതിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ബ്രെഡും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡൊന്നും കളഞ്ഞിട്ടില്ല ഞാൻ, നിങ്ങൾക്ക് കളയണമെങ്കിൽ കളയാം കേട്ടോ. ഇപ്പം ഇതാ ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതിലിങ്ങനെ ഓരോ ബ്രെഡ് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക, ഗ്യാപ്പില്ലാണ്ട് വെച്ച് കൊടുക്കണം കേട്ടോ, അടുപ്പിച്ച്. അപ്പോൾ ഇതാ ഏകദേശം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മളാക്കി വെച്ച മസാല ഇല്ലേ, അതിട്ട് കൊടുക്കുക. അത്ര മസാലയല്ലേ ഉള്ളൂ ഏകദേശം. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. മസാല എല്ലാ ഭാഗത്തും നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ, ഈ ഒരു രീതിക്ക്. അപ്പോൾ ഇതാ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഇപ്പോൾ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള ബ്രെഡില്ലേ, അതും കൂടി ആ മുട്ടേൻ്റെ മിക്സിലൊന്ന് മുക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. നേരത്തെ താഴെ നമ്മൾ ഗ്യാപ്പില്ലാണ്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെ കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള മുട്ടേൻ്റെ മിക്സ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്നങ്ങ് കഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ ഈ ഹോൾസ് ഇല്ലേ അതൊന്ന് ഞാൻ അടച്ചു കൊടുത്തിന് കേട്ടോ. എന്നിട്ടൊരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ അടിയിലൊരു എന്താ പറയുക, പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു സൈഡ് സെറ്റായപ്പോൾ ഇത് തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടെ ഒന്ന് കളർ മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്